ഗായ്സ്, വെൽക്കം ടു സെരിക് ഡയറീസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ ചാനൽ കണ്ട് ബോറടിച്ച് കാണുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യണ്ട, അങ്ങനെ ഞാൻ ഒരു വിൻറ്റേജ് പേപ്പർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോർട്ട്സ് ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എന്തോ ഇതിൽ ലോങ് വീഡിയോ ആയിപ്പോയി. അല്ലല്ലോ 3 മിനിറ്റൊക്കെ അല്ലേ ഷോർട്ട്സ് നിൽക്കുള്ളൂ, അപ്പോൾ ലോങ് വീഡിയോ ആയിപ്പോയി. എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ചായപ്പൊടിയാണ് കേട്ടോ, നമ്മുടെ കാപ്പിപ്പൊടിയല്ല, ചായപ്പൊടിയാണ്. മറ്റേ പാൽ ചായ, കട്ടൻ ചായ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടുമല്ലോ, ഇത് ഒരു ചായപ്പൊടിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെക്കണം. ആ ഒരു ബ്രൗൺ കളർ വെള്ളം ഇതിൽ നിന്ന് നല്ലോണം ഇറങ്ങണം, അതാണ് നമുക്കിത് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റേ ബോയിലൊക്കെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ തിളപ്പിച്ചൊക്കെ അതിൻ്റെ നീരൊക്കെ എടുക്കുന്നുണ്ട്. ബട്ട് എൻ്റെ കയ്യിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഗ്യാസ് കത്തിക്കാൻ വീട്ടുകാർ സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ചായപ്പൊടി. കണ്ടോ, നിങ്ങൾക്ക് ചായപ്പൊടിയും ആ ഒരു വെള്ളത്തിൻ്റെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഏകദേശം 15 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ എനിക്ക്. അപ്പോൾ അത് നമുക്ക് അതിൽ നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. നമുക്കിനി ഒരു A4 പേപ്പർ വേണം. അത് ഞാനൊരു A4 പേപ്പർ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് A4 പേപ്പറൊന്നും അല്ല കേട്ടോ, വേറൊരു പേപ്പറാണ്. അതിൻ്റെ പുറം ഭാഗം ഞാൻ എടുത്താണ്. എൻ്റെ കയ്യിൽ A4 ഷീറ്റ് ഉണ്ടായിരുന്നു, ബട്ട് ഞാനത് എവിടെയോ കൊണ്ട് വെച്ച് മറന്നുപോയി ഗൈസ്. അപ്പം നമുക്കിനി ഇതൊന്ന് സൈഡൊന്ന് കിഴിച്ചെടുക്കാം. എന്തായാലും ഏത് പേപ്പർ എടുത്താലും കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് ഒരു സൈഡെങ്കിലും ബ്ലാങ്ക് ആയിട്ട് കിടക്കണം, അത് മാത്രമേ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കീറി എടുത്തിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം. അത് സോക്കായി കിട്ടണമല്ലോ, അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം. പിന്നെ ഇത് അത്ര സൂക്ഷ്മതയോടെ ഞാൻ കീറിയെടുക്കേണ്ട ആവശ്യമില്ല. വിൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ലല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ പെട്ടെന്ന് അങ്ങ് കീറിച്ചെടുത്താൽ മതി. ഓക്കെ, പാത്രം കുറച്ച് ചെറുതായിപ്പോയി, കുഴപ്പമില്ല. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ പ്രശ്നം തീരും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഗായ്സ്, ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു ചായ വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കണം. മെയിനായിട്ട് ഇത് ഞാനൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വർഷങ്ങളായി ചായ ഇരിക്കുന്ന അരിപ്പയാണ്, അതിൻ്റെ കാലപ്പഴക്കം കാണിക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്, നമ്മുടെ സ്ട്രെയിനർ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നേരെ ആ പ്ലേറ്റിലേക്ക് ഒഴിച്ചാൽ പോരെയെന്ന്, പക്ഷേ ഇതിൻ്റെ മട്ട് ചെറുതായിട്ടൊക്കെ ആ ഒരു പ്ലേറ്റിലേക്ക് വീണ് കഴിഞ്ഞാൽ പേപ്പറോടെ കുതിർന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ആ മട്ടും കൂടെ നമുക്കിങ്ങനെ ഇട്ടിട്ട് നല്ലോണം അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിനു ശേഷം ആ മട്ടിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഡൈല്യൂട്ട് ആവും. അങ്ങനെ ഒന്നുകൂടെ ഡൈല്യൂട്ട് ആയി കഴിഞ്ഞാലോ കൂടുതൽ ചായ വെള്ളം കിട്ടും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വേണം, എന്നാലല്ലേ അത് മുങ്ങി കിടക്കുള്ളൂ. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിയിട്ടൊക്കെ ഒന്ന് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം ചായ വെള്ളം ഇറങ്ങിപ്പോവും, ബാക്കിയുള്ള സൈഡിലൊന്നും കിട്ടത്തില്ല. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മനസ്സിലായെങ്കിൽ ഞാൻ വിട്ടുകളെ കൈ. ഞാൻ പുറത്തുനിന്നാണ് എടുക്കുന്നത്, ആളുകൾ ഓടുന്നതും ചാടുന്നതും വണ്ടിയുടെ സൗണ്ടും ഒക്കെ കേൾക്കായിരിക്കും. പിന്നെ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യൂ. ഓക്കെ, അങ്ങനെ ഞാൻ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെറുതായിട്ടൊക്കെ മട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്കിനി ഇതൊന്ന് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ അമ്മ ഒഴിച്ചതുകൊണ്ടാണ് പെട്ടെന്ന് പോസാക്കിയത്. ഓക്കെ, നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഗൈസ്, മറ്റേ കട്ടൻ ചായയുടെ ഒക്കെ കളറ്, ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. എന്നാലും ആ മട്ടി വീണ് ഗൈസ്. വല്ലാത്തൊരു എരിപ്പ് തന്നെ ഞാനെടുത്തത്. എൻ്റെ കുരുട്ട് ബുദ്ധിയിൽ ഇതൊക്കെ ഒതുക്കിയോളൂ. ഓക്കെ, നമുക്കിനി പതുക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ കീറിപ്പോവും കേട്ടോ.
ഇതെന്താ മിന്നി കിടന്നോട്. ഓക്കെ, നമുക്കിനെ കുറച്ചധികം നേരം അങ്ങനെ വെക്കണം കേട്ടോ. ഈ മുട്ടൊക്കെ ആ ഒരു പേപ്പറിൽ പിടിക്കുന്നത് ലാസ്റ്റ് നമുക്കത് തൂത്ത് കളയുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ആദ്യമേ നമുക്ക് ഇത് വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു 10-20 മിനിറ്റൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ പേപ്പർ കൂടുതലും ഡാർക്കായി കിട്ടും. എനിക്കിപ്പോൾ അത്ര കളർ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് വിൻറ്റേജ് എന്ന് പറയുമ്പോൾ കുറച്ച് ലൈറ്റ് കളറാണ് എനിക്കിഷ്ടം. ഓവറായിട്ട് ഇങ്ങനെ ഡാർക്ക് കളർ അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ 15 മിനിറ്റ് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 20 മിനിറ്റ് വെക്കാം, അരമണിക്കൂർ വെക്കാം, എത്ര നേരം വേണമെങ്കിലും വെക്കാം. അതിനനുസരിച്ച് ഡാർക്ക്നെസ് വെള്ളത്തിൻ്റെ കൂടും. ഇനി നമുക്ക് ഈ പേപ്പർ ഒന്ന് ഉണക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരു പേപ്പർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലെറ്റർ എഴുതാനാണ്. കണ്ടോ, ഇവിടെയൊക്കെ വിസിബിൾ അല്ലേ, പക്ഷെ ഇത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഇൻവിസിബിളാവും. അതാണ് ഇതിൻ്റെ ഒരു മാജിക്ക്. അപ്പോൾ നമുക്കിനി ഇത് നല്ലോണം ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇത് ഓവറായിപ്പോവും കളറൊക്കെ. എത്രത്തോളം ഡാർക്ക്നെസ് വേണം അത്രത്തോളം പേപ്പറിൽ മുക്കി വെക്കണം. വെള്ളത്തിന് അത്രത്തോളം കളറും വേണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ചില സമയം എനിക്ക് പോലും മനസ്സിലാവാറില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കൺജസ്റ്റഡ് ആണ്. ഓക്കെ, കണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നേരെ ഈ ടേബിളിലേക്ക് വിരിച്ചു കൊടുക്കാം. നിങ്ങൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബേസിലോ കേക്ക് ബേസൊക്കെ കിട്ടുമല്ലോ. നമ്മൾ കേക്ക് തിന്ന് കഴിയുമ്പോൾ ബാക്കി ബേസൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുമല്ലോ, അപ്പോൾ എല്ലാ പീറ്റിങ്ങിനൊക്കെ അതിൻ്റെയൊക്കെ പുറത്ത് വെക്കാം. ഇനി ഏകദേശം കുറച്ച് നേരം എടുക്കും ഇത് ഉണങ്ങി കിട്ടാൻ. എത്ര മണിക്കൂറാണ്, എത്ര ദിവസമാണ്, എത്ര നേരമാണ് അതൊന്നും എനിക്കറിയില്ല. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടേ നമുക്ക് കാണാൻ കഴിയും. ബൈ ഗൈസ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ചായ വെള്ളം കളയേണ്ട. നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ആവശ്യം വരുമല്ലോ, വിൻറ്റേജ് ബുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വരുമ്പോൾ ആവശ്യം വരുമല്ലോ. അപ്പോൾ ഈ ചായപ്പൊടിയും കളയേണ്ട, ചായ വെള്ളം കളയേണ്ട. ഈ ചായ വെള്ളം നേരെ ആ ചായപ്പൊടിയുടെ മട്ട് ലാസ്റ്റ് നമ്മൾ സൂക്ഷിച്ച് വെച്ചല്ലേ അവിടെയൊക്കെ തന്നെ ഇല്ലേ, അത് എടുത്തിട്ട് വരാം. അതിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ അരിപ്പയില കൂടെ ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. അമ്മ കാണാണ്ട് എടുത്തുകൊണ്ട് വന്നതാണ്. മിക്കവാറും എനിക്ക് ഇതിൻ്റെ പേര് ചീത്ത കേൾക്കും, ബട്ട് കുഴപ്പമില്ല, ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ഇത് മുഴുവൻ ഈ ഒരു സ്പൂണിൽ നിന്ന് കൂടെ എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മട്ട് മുഴുവൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാമോ. എൻ്റെ കൈ മുഴുവൻ ചായപ്പൊടി. ഓക്കെ, നമുക്കിനി കുറച്ച് വെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചായ വെള്ളം വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ 13 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. നമുക്ക് അടുത്തത് 20 സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ ടാർഗറ്റ്. അപ്പം ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. ഓക്കെ, നമുക്ക് ഇനി ഒരു പ്ലേറ്റിലത്തെ വെള്ളം ഈ കപ്പിലേക്ക് ഒഴിച്ച് കൊടുത്ത് കപ്പിൽ നിന്ന് ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ കൊളാവും. ഇത് തന്നെ കൊളാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിത് ഒഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. കൊളായി ഗൈസ്, ഇവിടെ മുഴുവൻ വീണു കേട്ടോ. ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് പറ്റുവാണെങ്കിൽ ഞാനിട്ടാട്ടെ, നോക്കട്ടെ. കൊളായെങ്കിൽ ഇടാൻ പറ്റില്ല. കട്ടൻ ചായക്ക് ഇത്ര കളർ ഉണ്ടാവില്ല. അതല്ല ഒരു സംഭവം തന്നെ. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ബുക്ക് അടിച്ചില്ലെങ്കിൽ എനിക്കെന്നെ സമാധാനമില്ല. ഈ വെള്ളം ഇനി അമ്മ കാണാണ്ട് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം. അടുത്ത ക്രാഫ്റ്റിനാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ, അതൊന്നും ഉദ്ദേശിച്ചു. ചില സമയം എനിക്ക് മലയാളം പോലും അത്ര ഇതായിട്ട് കിട്ടാറില്ല, എന്താണെന്ന് എനിക്കറിയില്ല. കീറി വെച്ച പേപ്പർ നമ്മൾ ടിഷ്യൂ ആയി ഉപയോഗിക്കുന്നതാണ്.
കൈ മൂട തുടച്ചിട്ട് ഇതെല്ലാം ഒന്ന് തൂത്ത് കളയണം. ഇതിൻ്റെ ചായപ്പൊടി അതൊക്കെ കളയും. വീഡിയോയിൽ ഇതൊരു വൈറ്റ് കളർ പേപ്പറായിട്ട് തന്നെ ഇരിക്കുന്നത്, ബട്ട് ഇത് ചെറുതായിട്ടൊക്കെ ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ശ്രദ്ധിച്ച് നോക്ക്, അപ്പം കാണാൻ കഴിയും. ഒരു അധികം വ്യത്യാസമൊന്നും അല്ലെങ്കിലും ഏകദേശം അതിൻ്റെ അനിയനൊക്കെ ആയിട്ട് വന്നിട്ടില്ലേ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഉണങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ, കുറച്ചധികം നേരം ഉണങ്ങാനെടുക്കും. നല്ല ഭാഗം, ചീത്ത ഭാഗം പുറത്ത് ഇങ്ങനെ ടേബിളിനോട് കമത്തി വെക്കണം. നല്ല ഭാഗം വന്നിട്ടോ ആകാശം നോക്കി ഇരിക്കണ പോലെ അങ്ങനത്തെ ഇങ്ങനെ ഇരിക്കണം. എനിക്കറിയില്ല ഏകദേശം എങ്ങനെയാണ് പറഞ്ഞു തരണ്ടേന്നൊന്ന്, ഇങ്ങനെ കണ്ണ പോലെ ചെയ്തോ. ഓക്കെ, നമുക്ക് ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട്. ഓക്കെ ഗായ്സ്, ഞാൻ അധികം സമയം വയ്ക്കുന്നില്ല. ഇപ്പം തന്നെ 11 മിനിറ്റോളം ഞാൻ സംസാരിച്ചിരുന്നു. ഇനിയിപ്പോൾ കൂടുതലോ ലോങ് ആയി പോവും വീഡിയോ. അപ്പം നിങ്ങൾക്കും ബോറടിക്കൂലേ? എന്തായാലും 15 എത്രയാണ്, ഇത്രയൊക്കെയോ ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ്, ഞാൻ ചെറുതായിട്ട് സ്ഥലം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ പരിപാടി തുടങ്ങിയപ്പോൾ തൊട്ട് വെയിലിനെ കാണാനേ ഇല്ല. പുറകിൽ നല്ല വെയിലെടുത്തതുപോലെ തോന്നും, ബട്ട് വെയിലേ ഈ പ്രദേശത്തേക്ക് അടുത്തിട്ടില്ല. ഇവിടെ ഇലകളൊക്കെ ഇരിക്കുന്നുണ്ട്. വെയിൽ അത്യാവശ്യം നല്ലോണം ഉള്ളതുപോലെ ഉണ്ടല്ലേ, പക്ഷെ വെയിലില്ലടാ. എന്തായാലും ഞാൻ ടേബിളൊന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ വെയിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഇനി ഫാനിൻ്റെ പുറത്താണ് കയറ്റി വെച്ചിട്ടുള്ളത്. ഫാനിൻ്റെ പുറത്തല്ല, ഫാനിൻ്റെ തൊട്ടിൽ ആണ് കയറ്റി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു 20 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ ഞാനൊരു കുട്ടി ഗീവ് വെക്കാൻ നടത്തുന്നുണ്ട്. അത് ഫസ്റ്റ് കാര്യം. ഞാൻ അധികം തീരുമാനിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെനസ്ഡേയോ അല്ലെങ്കിൽ അടുത്ത സൺഡേയോ ഞാനൊരു ചിറ്റ് വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ സൺഡേ അല്ലെങ്കിൽ വെനസ്ഡേ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നാളെ വീഡിയോ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റാറില്ല, കാരണം ഞാൻ ആൻറ്റിയുടെ വീട്ടിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ എനിക്ക് കിട്ടില്ല. ഞാൻ എൻ്റെ അമ്മയുടെ ഫോണിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഫോണൊന്നും എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാനും പറ്റില്ല. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും. അതാണ് പൊതുവെ നടക്കാറ്. അപ്പോൾ അത് ഉണങ്ങിയിട്ട് കാണാം ഗായ്സ്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ വിൻറ്റേജ് പേപ്പർ ഇവിടെ റെഡിയായി. ഇത് ഏകദേശം 70% ഉണങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അല്ലെ രാത്രി പെട്ടെന്ന് എനിക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണമല്ലോ. രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ പോയി ചെയ്ത് കഴിഞ്ഞാലും വീഡിയോക്ക് അത്ര ക്ലാരിറ്റി ആയിട്ട് കിട്ടില്ല. പുറത്തിരുന്നാലേ കുറച്ചെങ്കിലും അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ. നമ്മളിങ്ങനെ ഓവർലാപ്പായിട്ട് ഒട്ടിക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ലാണ്ട് കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും വൈറ്റ് പേപ്പറൊക്കെ പോലെ നിൽക്കുന്നത്. ബട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു വിൻറ്റേജ് പേപ്പറൊക്കെ ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നല്ല ഭാഗം, ഇതാണ് നമ്മുടെ ചീത്ത ഭാഗം. അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കുറേ വീനസും പ്ലാനറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ 5ാം ക്ലാസ്സിലെ SCRTയുടെ മറ്റേ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. അത് തന്നെ എൻ്റെ കഴിഞ്ഞ വർഷത്തെ എക്സാം എഴുതിയിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചാറ്റ് വീഡിയോ ലോഡിംഗ് ആണ്. എന്തായാലും ഇടുന്നതായിരിക്കും. അതിനകത്ത് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ബാക്ക് സ്റ്റോറീസ് അതൊക്കെ പറയുന്നുണ്ട്. യൂട്യൂബ് ചാനൽ ഇപ്പോൾ എങ്ങനെ പോകുന്നു അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. ഞങ്ങളുടെ വിൻറ്റേജ് പേപ്പർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊന്നും മറക്കണ്ട. പറഞ്ഞല്ലോ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.